IPS പഠിച്ചു നേടിയതാ, നീക്കണമെന്ന നിർദ്ദേശം വന്നിട്ടില്ല. പേരിനൊപ്പം വച്ചില്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ശ്രീലേഖ. പേരിനൊപ്പം ചേർത്ത IPS നീക്കണമെന്ന് തനിക്ക് നിർദ്ദേശം വന്നിട്ടില്ലെന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ശ്രീലേഖ. പലരും അഡ്വക്കേറ്റ്, കേണൽ തുടങ്ങിയ പദവികൾ ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നത്. ഏതു പദവിയാണോ വഹിച്ചിരുന്നത് ആ സ്ഥാനം വയ്ക്കാൻ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കുലർ എന്നും ശ്രീലേഖ പറഞ്ഞു. DGP എന്ന് വയ്ക്കാൻ പാടില്ല, അതിന് റിട്ടയർഡ് എന്ന് വെക്കണം. IPS എന്ന് പറയുന്നത് UPSC നൽകുന്ന ഡിഗ്രി പോലെയാണ്. പഠിച്ച് പരീക്ഷ എഴുതിയെടുത്ത് ജയിക്കുന്നതല്ലേ, അപ്പോൾ അത് വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും റിട്ടയർഡ് എന്ന് വയ്ക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം വന്നതുകൊണ്ടാണ് എല്ലാത്തിലും റിട്ടയർഡ് എന്ന് വെക്കാൻ പറഞ്ഞത്. ആദ്യം അത് വിട്ടുപോയതാണ്. മതിലുകളിൽ എഴുതിയപ്പോൾ റിട്ടയർഡ് വച്ചിരുന്നു. പേരിനൊപ്പം IPS ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്നും ശ്രീലേഖ പറഞ്ഞു. ശ്രീലേഖയുടെ പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലും IPS എന്നും ചുവരെഴുത്തിൽ IPS റിട്ടയർഡ് എന്നുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിലെ ബോർഡിൽ ശ്രീലേഖ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീലേഖയുടെ പേരിലെ IPS തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മായ്ച്ചിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പേരിനൊപ്പം IPS എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്നെഴുതിയത് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മായ്ച്ചു. ഇതോടെ BJP പ്രവർത്തകർ രംഗത്തെത്തി ബാക്കിയിടങ്ങളിൽ റിട്ടയർഡ് എന്ന് ചേർക്കുകയും ചെയ്തിരുന്നു. വധശ്രമ കേസിൽ ജയിലിലായ പ്രതി CPM സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത്. വിമർശനം ശക്തമാവുന്നതിനിടെ പ്രചാരണം ഏറ്റെടുത്ത DYFI. പ്രതി തന്നെ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന VK നിഷാദ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി തുടരും. CPM മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ്. CPMകാർ പ്രതികളായ കേസ് പിൻവലിക്കൽ സർക്കാർ നിർദ്ദേശം തള്ളി തളിപ്പറമ്പ് സെഷൻസ് കോടതി. എന്ത് പൊതു താൽപര്യമാണ് ഹർജിക്ക് പിന്നിലെന്ന് കോടതി. പ്രതികൾ വിചാരണ നേരിടണം. വധശ്രമ കേസിൽ ജയിലിലായ പ്രതിക്കായി പ്രചാരണം ഏറ്റെടുത്ത DYFI രംഗത്ത്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദിനായാണ് DYFI പ്രചാരണം ഏറ്റെടുത്തത്. DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് VK നിഷാദിനായി പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ പ്രചാരണം. കേസിൽ തളിപ്പറമ്പ് കോടതി DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VK നിഷാദിനെയും TCV നന്ദകുമാറിനെയും 20 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. അതേസമയം പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിഷാദ് മത്സരത്തിൽ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരുന്നതിന് ശിക്ഷാവിധി തടസ്സമാകും. ഇതിനിടെ പ്രതികൾക്ക് കോടതി വളപ്പിൽ CPM നേതാക്കളുടെ സാന്നിധ്യത്തിൽ ലഭിച്ച സ്വീകരണത്തിൽ വിമർശനം ശക്തമാവുകയാണ്. 13 വർഷം മുൻപ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ തടവ് ശിക്ഷ ലഭിച്ച പ്രതികൾക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രതികളെ പോരാളികളും ധീരന്മാരുമായി വാഴ്ത്തിയ മുദ്രാവാക്യവുമായി കോടതി വളപ്പിലും ജയിലിന് പുറത്തുമെത്തിയത് V ശിവദാസൻ MP ഉൾപ്പെടെ CPM നേതാക്കളുടെ വലിയ നിര. പയ്യന്നൂർ 46-ാം വാർഡിലെ സ്ഥാനാർത്ഥിയും DYFI ജില്ലാ വൈസ് പ്രസിഡന്റുമായ VK നിഷാദ്, TCV നന്ദകുമാർ എന്നിവർക്ക് 20 വർഷം തടവും പിഴയുമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. നേരത്തെ പല കൊലപാതക കേസുകളിലും സ്വീകരിച്ച അതേ രീതിയിൽ പ്രതികൾക്ക് വീരപരിവേഷം നൽകിയാണ് CPM ജയിലിലേക്ക് യാത്ര അയച്ചത്. പ്രധാന നേതാക്കളടക്കം നീതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പിന്തുണ നൽകിയെത്തി എന്നതാണ് ശ്രദ്ധേയമായത്. എന്നാൽ ശിക്ഷാവിധി VK നിഷാദ് മത്സരിക്കുന്നതിനെ ബാധിക്കില്ലെന്നും സ്ഥാനാർത്ഥിക്കായി പ്രചാരണം തുടരാനുമാണ് CPM തീരുമാനം. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി. ഇതേ വാർഡിൽ ഡെമ്മി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗം പത്രിക പിൻവലിച്ചെങ്കിലും നിഷാദ് തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തുടരും. ഇതിനിടെ തടവ് ശിക്ഷ ലഭിച്ചവർക്ക് നൽകിയ സ്വീകരണവും സ്ഥാനാർത്ഥിത്വവും ചർച്ചയാക്കുന്നുണ്ട് കോൺഗ്രസും BJPയും. നിയമവാഴ്ചയിലും ജനാധിപത്യത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നിഷാദിനുള്ള പിന്തുണ പിൻവലിച്ച CPM നേതൃത്വം പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. കോടതിയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് CPMന്റേതെന്നും പരക്കെ വിമർശനമുണ്ട്. SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ CPMകാർ വധിക്കാൻ ശ്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്ത കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. കേസിലെ പ്രതികളായ 13 CPMകാരും വിചാരണ നേരിടണമെന്നും സർക്കാരിന്റെ ഹർജി തള്ളി ജഡ്ജി KN പ്രശാന്ത് വിധിച്ചു. ഈ കേസിലെ മിക്ക പ്രതികളും മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും എന്ത് പൊതു താൽപര്യമാണ് കേസ് പിൻവലിക്കുന്നതിന് പുറകിലുള്ളതെന്നും കോടതി ചോദിച്ചു. സംസ്ഥാന നിയമസഭ അടിച്ചുപൊളിച്ച സംഭവത്തിൽ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ തടഞ്ഞ കാര്യവും കോടതി എടുത്തുകാട്ടി. കേസ് പിൻവലിക്കുന്നത് ഭരണഘടനാ തത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ലംഘനമായിരിക്കുമെന്നും ഭരണഘടനാ ദിനമായ ബുധനാഴ്ച പുറപ്പെടുവിച്ച വിധിയിൽ കോടതി വ്യക്തമാക്കി. 2015 സെപ്റ്റംബർ 17-നാണ് കേസിനാസ്പദമായ സംഭവം. രാമന്തളി സെന്ററിന് സമീപം CPM SDPI പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി മടങ്ങുകയായിരുന്ന SI KP ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പഴയങ്ങാടി സ്റ്റേഷനിലെ പോലീസുകാരാണ് വധശ്രമത്തിനിരയായത്.
രാത്രി 8:05 റോഡിൽ സംഘടിച്ച 25ഓളം CPMകാർ പോലീസ് വാഹനം തടഞ്ഞു. തുടർന്ന് പോലീസ് വാഹനം വടിവാൾ കൊണ്ട് വെട്ടി നശിപ്പിച്ചു പോലീസുകാരെ ആക്രമിച്ചു. 13 CPMകാരാണ് കേസിൽ പ്രതികൾ. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് പുറകെയാണ് കേസ് പിൻവലിക്കാൻ നീക്കം തുടങ്ങിയത്. ആഭ്യന്തര സെക്രട്ടറിക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ കളക്ടറാണ് കേസ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് സർക്കാരിന്റെ അപേക്ഷ തള്ളിയത്. ഇതിനിടെയാണ് പ്രതി തന്നെ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന VK നിഷാദ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി തുടരുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ LDFന് ചോദ്യമാകാൻ പോകുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ CPM മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കിയ ലോക്കൽ സെക്രട്ടറി ജംഷീറിനെതിരെ കേസെടുത്തു. അഗളി പഞ്ചായത്തിലെ 18ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ജംഷീർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. VR രാമകൃഷ്ണനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഏറെക്കാലമായി പാർട്ടി പ്രവർത്തകനും ഏരിയ സെക്രട്ടറിയുമായിരുന്നു രാമകൃഷ്ണൻ. പാർട്ടിയിൽ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് രാമകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായത്. അട്ടപ്പാടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു CPM. എന്നാൽ ഇതിനിടെയാണ് VR രാമകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് എത്തുന്നത്. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. പൊതുപ്രവർത്തന രംഗത്ത് 42 വർഷമായി സജീവ പ്രവർത്തകനാണ് രാമകൃഷ്ണൻ. ഇതിനിടെയാണ് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി VR രാമകൃഷ്ണൻ നിൽക്കാൻ തീരുമാനിച്ചത്. രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലിൽ അണനയ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു. പിന്നാലെയാണ് CPMന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉയർന്നത്.